ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ആഷിഖ് കമാൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഈഗോ ഈഗോ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. നമ്മൾ പലപ്പോഴും അവൻ്റെ മുമ്പിൽ ഞാൻ താകില്ല, ഒരു സ്വല്പം താഴ്ന്നു കൊടുക്കില്ല. അത് പരസ്പരം സ്നേഹിക്കുന്നവരാവട്ടെ, അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലാവട്ടെ, അല്ലെങ്കിൽ എവിടെ ആവട്ടെ, ഈ ഈഗോണ്ട് കിട്ടുന്നത് എന്താണ്? ഈഗോണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ സാധനം എന്താണെന്നറിയോ? നഷ്ടങ്ങളേ ഉള്ളൂ. നമുക്ക് നഷ്ടങ്ങൾ വരാതെ ബെനിഫിറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് അതിനെ കൂട്ടിച്ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ഈഗോ എന്ന് പറയുന്ന സംഭവം വളരെ നമുക്ക് പോസിറ്റീവായിട്ടാണ് വർക്കൗട്ട് ആവുക. ഈ ഈഗോ എന്ന് പറയുന്ന സംഭവം ഏത് മനുഷ്യനും എടുത്ത് കളയുന്നിടത്തോളം കാലം നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകളും നല്ല നല്ല ബന്ധങ്ങളും നല്ല നല്ല ആശയങ്ങൾ കൈമാറാനൊക്കെ നമുക്ക് പറ്റും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളാണ്, ഇതാണ്, ചില സമയങ്ങളിൽ ഒരു ഈഗോ വർക്ക് ചെയ്യണം. അവന് കൂടുതലായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ സംസാരിക്കാത്ത ഒരാളാണ്. അപ്പോൾ അവൻ കൂടുതൽ കൂടുതൽ സംസാരിക്കുമ്പോൾ അവനക്ക് മറ്റുള്ളവർ അവനെ ശ്രദ്ധിക്കും എന്നുള്ള ഒരു ഈഗോയിൽ അവനോട് ഒരു ഭയങ്കര ഇതിലായിട്ട് നമുക്ക് പെരുമാറുന്ന രൂപത്തിലേക്ക് എത്തും. അത് എന്താണ്, പരസ്പരം മനസ്സിനൊരു സമാധാനക്കേട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഈഗോ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അത് നമ്മൾ മുഴുവനായിട്ട് നീക്കുകയാണ്. അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലാവട്ടെ, ഇപ്പോൾ ചില ഓണേഴ്സ്, അല്ലെങ്കിൽ ചില ഒപ്പം ജോലി ചെയ്യുന്നവർ, ചില ആൾക്കാർ നീ ചെയ്യുന്നത് നല്ലതാണ് എന്ന് അംഗീകരിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ട്. നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറയാൻ തന്നെ മടിയുള്ള ആൾക്കാരുണ്ട്. ഇതുകൊണ്ടൊക്കെ കുറേ നഷ്ടങ്ങളാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നഷ്ടങ്ങൾ സംഭവിക്കുന്ന രൂപത്തിലുള്ള ഈഗോ വർക്കൗട്ട് ആകാണ്ടിരിക്കുക. ചെറിയ ചെറിയ ഈഗോസൊക്കെ ഇട്ടോ, അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈഗോ നമ്മളൊരു മുതൽ മുടക്കാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ, അതെപ്പോഴും നഷ്ടങ്ങളാണ്. അപ്പം നഷ്ടങ്ങൾ കൈവരുന്ന ഒരു ഈഗോയെ കൊണ്ടു നടക്കാതെ നല്ല നല്ല ആശയങ്ങളിലൂടെ നല്ല നല്ല ഫ്രഷ് മൈൻഡോട് കൂടെ ആൾക്കാരായിട്ട് ആശയവിനിമയങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ആളുകളുടെയും മനസ്സിൽ നന്മയുടെ പൂക്കൾ വിടരട്ടെ. താങ്ക് യു വെരി മച്ച്.